13 വയസ്സുകാരൻ മിഥുന്റെ മരണത്തിനിടയാക്കിയ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിവാദ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിച്ചു. രാത്രി 7 മണിയോടെ KCB ഉദ്യോഗസ്ഥരെത്തിയാണ് വൈദ്യുതി ലൈൻ മാറ്റിയത്. തേവലക്കര സ്കൂളിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മിഥുന്റെ ജീവനെടുത്ത ആ 3 ഫേസ് ലൈൻ ഒടുവിൽ KSEB അധികൃതർ നീക്കം ചെയ്തിരിക്കുകയാണ്. രാത്രി 7 മണിയോട് കൂടിയാണ് KSEB ജീവനക്കാരെത്തി ഈ ലൈൻ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. മിഥുൻ ചിതയിൽ എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് തന്നെ അത് KSEB ചെയ്തിരിക്കുന്നു. ഒരു തരത്തിൽ KSEB മിഥുന്റെ ആത്മാവിനോട് കാട്ടിയ ഒരു പ്രായശ്ചിത്തം തന്നെ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ചക്കകം ഈ ലൈൻ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം ബാലാവകാശ കമ്മീഷനും കൃത്യമായി KSEBക്ക് നൽകിയിരുന്നു. ഇത് ഇൻസുലേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നു ആദ്യം നടത്തിയിരുന്നെങ്കിൽ അതല്ല, പൂർണ്ണമായും ഈ കേബിൾ മാറ്റണമെന്ന് തന്നെയാണ്, ഈ വൈദ്യുതി ലൈൻ നീക്കണമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അടക്കം നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ KSEBയിൽ പണം അടച്ചതിന് പിന്നാലെ രാത്രിയോടുകൂടി ഇപ്പോൾ KSEB ഈ ലൈൻ നീക്കം ചെയ്തിരിക്കുന്നു. ഈ പ്രവൃത്തി ഒരുപക്ഷെ നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ മിഥുൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞിന് ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. എന്തായാലും ഇതിൽ KSEBയുടെ കനത്ത അനാസ്ഥയുണ്ട്. അധികൃതരുടെ ഒക്കെ തന്നെ പല ഭാഗങ്ങളിലുള്ള അധികൃതരുടെ അനാസ്ഥകളൊക്കെ തന്നെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഇനിയൊരു ആപത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, ഇനിയൊരു മിഥുൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ലൈൻ നീക്കം ചെയ്തിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.